കീഴ്വെൺമണി എന്നുള്ള ഓർമ്മകളല്ല, കീഴ്വെൺമണി എന്നുള്ളത് ഞങ്ങളത് മനസ്സിലും ജീവിതത്തിലും കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അവരവിടുന്ന് കുട്ടികളെങ്കിലും രക്ഷപ്പെടുത്താൻ പറഞ്ഞ ഉള്ളിലുള്ള സ്ത്രീ കുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ വലിച്ചെറിഞ്ഞ കുട്ടിയെ തിരിച്ചും വലിച്ചു കയറി തീയിലേക്ക് ഇടുക ചെയ്തു. രക്തസാക്ഷികളുടെ ചോര വീണ് ചുവന്ന മണ്ണാണ് മധുരയിലേത്. CPIM 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ അവിടെ ഉയർത്തിയ ചെങ്കൊടി കൊണ്ടുവന്നിരിക്കുന്നത് കീഴ്വെൺമണിയിൽ നിന്നാണ്. രാവന്തിയോളം പണിയെടുത്തതിന് അരപ്പിടുന്നതിലധികം ചോദിച്ചതിന് ജന്മിമാരാൽ കൊല ചെയ്യപ്പെട്ട കീഴ്വെൺമണിയിലെ 44 സഖാക്കളുടെ ഓർമ്മയ്ക്ക് അവരുടെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രദർശനം തമുക്കം മൈതാനത്ത് CPIM പാർട്ടി കോൺഗ്രസ് നടക്കുന്ന തമുക്കം മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട്. 1968 ഡിസംബർ 25 ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു ഗ്രാമം കത്തിയമരുകയായിരുന്നു. 44 ജീവനുകൾ അവകാശം ചോദിച്ചു എന്നതിന്റെ പേരിൽ വെന്തമരുമ്പോൾ അതിനു ചുറ്റും നിന്ന് കമ്മ്യൂണിസം തുലയട്ടെ എന്ന് ആക്രോശിക്കുകയായിരുന്നു 100ഓളം ഗുണ്ടകൾ. പകലന്തിയോളം പണിയെടുത്ത തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നത് പഴങ്കഞ്ഞിയും തുച്ഛമായ കൂലിയുമായിരുന്നു. അവർ അരപ്പിടി നെല്ല് കൂലി കൂട്ടി ചോദിച്ചു. അതിനായിരുന്നു ഗോപാലകൃഷ്ണ നായിഡു എന്ന ജന്മി 2 ട്രക്ക് നിറയെ ഗുണ്ടകളെ അയച്ച് ആ ഗ്രാമത്തെ ഒന്നാകെ ചുട്ടുകരിച്ചത്. CITU വൈസ് പ്രസിഡന്റായ AKP എന്ന AK പത്മനാഭൻ അന്ന് ചെന്നൈ അശോക് ലേലാൻഡ് ഫാക്ടറി മേഖലയിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. കീഴ്വെൺമണിയിൽ എരിഞ്ഞ തീ ഇന്നും അണയാതെ AKPയുടെ മനസ്സിലുണ്ട്. അല്ല, കീഴ്വെൺമണി എന്നുള്ള ഓർമ്മകളല്ല, കീഴ്വെൺമണി എന്നുള്ളത് ഞങ്ങളത് മനസ്സിലും ജീവിതത്തിലും കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ അവിടുന്ന് നടന്ന സംഭവം എന്നുള്ളത് ആ ഒരു ദിവസം കൊണ്ട് നടന്നതല്ല. അത് കുറേ ദശകങ്ങളായി അവിടെ നടന്നു വന്നിരുന്ന ഭൂപ്രഭുത്വത്തിനെതിരായി കർഷക തൊഴിലാളികൾ നടത്തിയ സമരത്തിൻ്റെ ഒരു വിധത്തിലുള്ള തുടർച്ചയും ഈ ഭൂപ്രഭുത്വത്തിൻ്റെ നിഷ്ഠുരമായ നടപടികൾ എന്നുള്ളതിൻ്റെ ഒരു അങ്ങേയറ്റത്തെ രൂപമായി മാറുകയാണ് ആ 68 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ അവിടെ നടന്നത്. അപ്പോഴത്തെ സംഭവം എന്നുള്ളത് ഒരു അരസേർ നെല്ലിന് കൂടുതൽ കൂലി എന്നുള്ളതാണ് ആവശ്യം. ആ ആവശ്യം അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷെ കർഷക തൊഴിലാളികൾ ഉറച്ചു നിന്ന് സമരം തുടർന്നപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സംഘടനയുടെ ചുവപ്പ് കൊടി ഇറക്കുക. അവിടുത്തെ ഈ ഭൂ ഉടമകൾ അവരുടെ ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു. ആ സംഘടനയുടെ കൊടി ഉയർത്തിയിട്ട് ഇത് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് മാത്രമല്ല, അതിനേക്കാളും കൂടുതൽ തരാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഒരു കാലത്തും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അതിനു മുമ്പ് 1-2 സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, അന്നത്തെ DMK ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അതൊന്നും അവർ കാര്യമായി എടുത്തില്ല. 1-2 കൊലപാതകങ്ങൾ നടന്നു. പക്ഷേ അതിനുശേഷവും ഗവൺമെൻറ് നടപടി ഉണ്ടായില്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ ഡിസംബർ 25 ആ ഗ്രാമം അങ്ങനെ അവർ ചുട്ടുകരിക്കാൻ തീരുമാനിച്ചത്. അവസാനം ഏതെങ്കിലും സേഫായിട്ടുള്ള ഒരു കോർണറിലുണ്ടായിരുന്ന രാമയ്യ എന്ന ഒരു സഹാവിൻ്റെ ആ കുടിലിനുള്ളിലാണ് ഇവർ പോയി കയറിയത്. അത് തീ വെച്ച് നശിപ്പിക്കാൻ അവരവിടുന്ന് കുട്ടികളെങ്കിലും രക്ഷപ്പെടുത്താൻ പറഞ്ഞ ഉള്ളിലുള്ള സ്ത്രീ കുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ വലിച്ചെറിഞ്ഞ കുട്ടിയെ തിരിച്ചും വലിച്ചു കയറി തീയിലേക്ക് ഇടുക ചെയ്തു. അങ്ങേയറ്റം നിഷ്ഠുരമായ രീതിയിൽ നടന്നതാണ്. അപ്പോൾ അതവിടുത്തെ ആ സംഭവം. അതിനുശേഷവും അവിടെ ഇന്നും കർഷക പ്രസ്ഥാനം അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുടെ പ്രസ്ഥാനം ശക്തമായി തുടരുന്നു. അത് അന്ന് നടന്നതെന്നുള്ളത് 40-30കളിൽ തുടങ്ങി 40-50കളിൽ നടന്ന കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും ഇടത്തരക്കാരായ കർഷകരുടെയും സമരത്തിൻ്റെ തുടർച്ച. ആ ഭൂപ്രഭുത്വം എന്നുള്ളത് എത്രത്തോളം പോകുന്നുള്ളത്. പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലും, ഹൈക്കോർട്ട് പോലും ഇത്രയും ഉയർന്ന ഒരു അന്തസ്സിലുള്ളവരാരും വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ആ 1-ാം പ്രതിയെ കോടതി വിട്ടയക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അവകാശ പോരാട്ടത്തിൽ രക്തസാക്ഷികളായവരുടെ ചോര വീണ മണ്ണിൽ നിന്നെത്തിച്ച ചെമ്പതാകെയാണ് പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു പറക്കുന്നത്. സമത്വവും സമൃദ്ധിയും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൈവരുന്ന കാലത്തിനായുള്ള മനുഷ്യ പോരാട്ടങ്ങൾ തുടരുമ്പോൾ അതിലൊരു നിർണായക രേഖപ്പെടുത്തലായി മാറും 24-ാം പാർട്ടി കോൺഗ്രസ് എന്നതിൽ സംശയമില്ല. മധുരയിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം നവജിത്ത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്.